എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചിറയൻകീഴ് നിർമ്മിക്കുന്ന റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. 2021 397 മീറ്റർ നീളമുള്ള ROBയുടെ നിർമ്മാണം ആരംഭിച്ചത്. .7 മീറ്റർ വീതിയിൽ 2 വരികളായിട്ടാണ് പാലം നിർമ്മിക്കുന്നത്. ബ്രിഡ്ജിനോട് ചേർന്നുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. സൈഡിലെ ഓടയുടെ വർക്ക് കുറച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചിറയൻകീഴ് സൈഡിലെ വ്യൂ ആണ്. ഇവിടെ അപ്രോച്ച് റോഡിൽ മെറ്റൽ നിരത്തിയിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം ഒന്നും നടന്നിട്ടില്ല. ഇനി അത് കോൺക്രീറ്റ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി സർവീസ് റോഡിലൂടെ ഒന്ന് പോയി നോക്കാം. റോഡ് കംപ്ലീറ്റ് കട്ടറും ഡാമേജുമായി കിടക്കുന്നതിനാൽ വീഡിയോയിൽ ചെറിയ ഷേക്കുണ്ട്. ഓവർബ്രിഡ്ജിന് ആവശ്യമായിട്ടുള്ള ഗർഡറുകളെല്ലാം നിർമ്മിക്കുന്നത് സ്റ്റീൽ ഉപയോഗിച്ചാണ്. റെയിൽവേ ലൈനിന് കുറുകെ നിർമ്മിക്കുന്ന പിയറിനും പിയർ ഗ്യാപ്പും കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതല്ലാതെയുള്ള ബാലൻസ് പിയറും പിയർ ഗ്യാപ്പുകളെല്ലാം സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റെയിൽവേ ലൈന് കുറുകെയുള്ള ഭാഗത്ത് 5 ഗർഡറുകളും അല്ലാതെയുള്ള ഭാഗങ്ങളിൽ 4 ഗർഡറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗർഡറുകൾ എല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നര വിട്ട ഭാഗങ്ങളിൽ ഡക്ക് കോൺക്രീറ്റും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് റെയിൽ ക്രോസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കടക്കാവൂരിലേക്ക് പോകുന്ന ഭാഗത്തെ വർക്കാണ്. സൈറ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ലേബേഴ്സിനെ ഒന്നും കണ്ടില്ല. കൂടാതെ ഇനി ഒരുപാട് വർക്ക് ബാലൻസ് ഉണ്ട്. 2 സൈഡിലെയും സർവീസ് റോഡുകളുടെ നിർമ്മാണം ബാലൻസ് ഉണ്ട്. കൂടാതെ ടോപ്പ് കോൺക്രീറ്റ് ബാലൻസ് ഉണ്ട്. ഈ 1 മാസം കൊണ്ട് വർക്ക് എന്തായാലും കംപ്ലീറ്റ് ആയില്ല. ഇനി 2 മാസം കൊണ്ടും കംപ്ലീറ്റ് ആകും എന്ന് തോന്നുന്നില്ല. പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ഭരണിക്ക് ഇത് തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അത് കഴിയാത്തതിനാൽ ഈ ഭരണിക്ക് തുറക്കും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. വർക്കിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് അടുത്ത ഭരണിക്കെങ്കിലും തുറന്നു കൊടുത്താൽ നന്നായിരിക്കും എന്ന് കരുതുന്നു. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ്റെ കവാടം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വർക്കാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുമ്പോൾ അല്പം ടൈം എടുക്കുന്ന വർക്കാണ് ലൈന് കുറുകെ വരുന്നത്. ഇതിൻ്റെ വർക്ക് ഒരുപാട് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിനോട് ചേർന്നുള്ള അപ്രോച്ച് ഭാഗങ്ങളിലെ വർക്കാണ് ഇപ്പോൾ ഡിലേ ആകുന്നത്. ഉടൻ തന്നെ പ്രദേശവാസികൾക്ക് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.